ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇത് നമുക്ക് നല്ലൊരു ഇരുമ്പാമ്പുളി അച്ചാറിൻ്റെ വീഡിയോ ചെയ്താലോ? അതിനായി നമുക്ക് ആവശ്യമുള്ള ഇരുമ്പാമ്പുളി നന്നായി കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നന്നായി അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് കടുക് വറുക്കുന്നതിനായി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില, നമ്മൾ 2 തണ്ട് കറിവേപ്പിലയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഈ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും നമുക്ക് സമം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വിനാഗിരിയാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പാമ്പുളി കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി അവസാനമായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ്.